ഏതൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാലും ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും അവരോട് പറയുന്നത് പ്രത്യേകിച്ചും എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫസ്റ്റ് ഹൈജീനിക്ക്, പിന്നെ ക്വാളിറ്റി സർവീസ്. ഈ 3 ഘടകങ്ങളാണ് വേണ്ടത്. ഈ 3 ഘടകം ഉണ്ടെങ്കിലും 3 ഘടകം ഉണ്ടോണ്ട് കഴിയില്ല. ഫുഡ് ടേസ്റ്റി ആയിരിക്കണം. ഹൈജീനിക്കുള്ള ഫുഡ് ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല. അതെ. ക്വാളിറ്റി ഉള്ള ഫുഡും ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല. അതെ. നല്ല സർവീസ് കൊടുത്താൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഈ 3 കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, അതിൽ നിർബന്ധമാണ്. ടേസ്റ്റ് പ്രധാനമാണ്. ഈ 3 കാര്യവും നിലനിർത്തിക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ 63 സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ നോക്കുവോ? എങ്ങനെയാ അവിടെയൊക്കെ ഉള്ള ഒരു ഇക്കയുടെ ഒരു മേൽനോട്ടമൊക്കെ? 63 അടുത്തും ഒരു ദിവസം എത്താൻ എനിക്ക് പറ്റില്ല. എന്നാലും 3-4 ദിവസം കൊണ്ട് എല്ലാ ഷോപ്പുകളിലേക്കും ഞാൻ എത്തും. എപ്പോഴും 3-4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇത് ബേക്കറിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഞാൻ എപ്പോഴും ഉച്ചവരെ അവിടെയാണ് ഇരിക്കുക. എല്ലാ ബേക്കറിയിലേക്കും ഒരൊറ്റ 3 പോയിന്റ് ഉണ്ട്. മെയിൻ മറ്റേ കുട്ടമ്പശ്ശേരി ആലുവയിൽ ഒരു 250 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനി അവിടെ ഉണ്ട്. പിന്നെ അടിമാലിയുണ്ട്, തൊടുപുഴയുണ്ട് ചെറുത്. അപ്പോൾ ഇതാണ് മെയിൻ. അപ്പോൾ ഉച്ചവരെ എപ്പോഴും ഇവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങും. ഓരോ സ്ഥലത്ത് ഫ്രണ്ടിൽ കൂടെ കയറി കിച്ചണിൽ കൂടെ ഇറങ്ങി പോകും. അപ്പോൾ വേറെ അധികം സമയം നിൽക്കില്ല. ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. രാത്രി 2 മണി വരെ ഇപ്പോഴും ഞാൻ പുറത്തായിരിക്കും. 2 മണിക്ക് വീട്ടിലെത്ത പണ്ടേ ശീലമാണ്. 2 മണിക്ക് മുമ്പ് വീട്ടിലത്തെ വൈഫ് ചോദിക്കുന്നത് നേരത്തെ വന്നിരിക്കണേ എന്നുള്ളത്. അവർ ഉറങ്ങിയതിന് ശേഷം ഞാൻ എപ്പോഴും എത്താറുള്ളൂ. ഓക്കെ, അപ്പൊ 2 മണിക്ക് എത്തി. അപ്പൊ ഉറങ്ങുമ്പോ ഒരു 3 മണിയാവുന്നുണ്ടാവും. രാവിലെ എപ്പോ എണീക്കും? 8 മണിക്ക്. ഓ, അപ്പൊ ആ 5 മണിക്കൂറത്തെ ഉറക്കം മതിയാവുന്നുണ്ട്. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല.